പാലക്കാട് മലമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം നടക്കുകയാണ്. മലമ്പുഴ പഞ്ചായത്തിൽ തന്നെ താമസിക്കുന്ന പല ആളുകളുടെയും വോട്ടുകൾ ഇപ്പോൾ വെട്ടിമാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. കോൺഗ്രസിന്റെ പ്രവർത്തകർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വ്യാപകമായി വോട്ടുകൾ വെട്ടിമാറ്റിയിരിക്കുന്നു. കാരണം ഏകദേശം 14 വാർഡുകളാണ് മലമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ. അതിൽ കൃത്യമായ ആക്ഷേപം പല പാർട്ടികളും രാഷ്ട്രീയ പാർട്ടികൾ സ്ഥിരമായിട്ട് താമസമില്ലാത്തവരുടെ ആക്ഷേപം കൊടുത്തിട്ടുണ്ട്. എന്നാൽ കൃത്യമായി ഭരണസമിതിയും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥരും കൃത്യമായി കോൺഗ്രസിൻ്റെ വോട്ടുകൾ മാത്രം തെരഞ്ഞുപിടിച്ച് ഒഴിവാക്കുക. എന്നാൽ കോൺഗ്രസ്സുകാരനായിട്ടല്ല ഞങ്ങളും ആക്ഷേപം കൊടുത്തിട്ടുണ്ട്. ആ ആക്ഷേപങ്ങളിലൊന്നും ഒരു നടപടിയില്ല. സെക്രട്ടറി അതിൻ്റെ താഴെ ഒഴിവാക്കേണ്ടതില്ല എന്നാണ് പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തത്. കോൺഗ്രസിൻ്റെ അപേക്ഷകൾ 22 കോൺഗ്രസ്സുകാർ കൊടുത്ത അപേക്ഷകളിൽ ഒഴിവാക്കേണ്ടതില്ല എന്നും കോൺഗ്രസ്സുകാർ കൊടുത്ത അപേക്ഷകളിൽ ഒഴിവാക്കേണ്ടതില്ല എന്നും CPMകാർ കൊടുത്തിരിക്കുന്ന അപേക്ഷകളിലെല്ലാം ഒഴിവാക്കണം എന്നുള്ള നടപടി വേണ്ട. അതിൻ്റെ ഭാഗമായ ഒരു ഇലയാണ് അദ്ദേഹം മലമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരനാണ്. മലമ്പുഴ ഫിഷറീസിലെ മത്സ്യബന്ധന തൊഴിലാളിയാണ്. അദ്ദേഹം 1-ാം വാർഡിലാണ് താമസം. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി അദ്ദേഹം തൊട്ട വാർഡിലേക്ക് താമസം മാറ്റി. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ആ വാർഡിൽ നിന്നും നീക്കം. വോട്ട് പോയില്ലേ? എൻ്റെ വോട്ട് പോയി. ജോസ് ജേക്കബ്. എന്താ ഉണ്ടായി? മാറി താമസമാണോ? അതെ, പരിപാടി നടക്കുകയാണ്. കറക്റ്റ് എവിടെയാണ് വോട്ട്? എവിടെ, ഏത് വാർഡിലാണ് വരുന്നത്? 1-ാം വാർഡ്. ഒന്നാം വാർഡിൽ നിന്ന് വോട്ട് മാറ്റി. എപ്പോഴും നിങ്ങൾ അറിയുന്നത് എപ്പോഴാണ്? ഇന്നിപ്പോൾ മിനിങ്ങാൻ തന്നെ ഹിയറിങ്ങിന് വിളിച്ചായിരുന്നു. അപ്പോൾ പരാതിക്കാരനോട് കേട്ടൊരു തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞ SH എന്നെ വിട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ഒരു വോട്ടില്ല, എനിക്കും വൈഫിനും മോനും വേറെ ഒരു വോട്ടില്ല, മോള് വിടിയില്ല, മോളുടെ വോട്ട് മാറ്റിക്കോളാം ഞാൻ പറഞ്ഞു. അപ്പോൾ തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞിട്ട് വിട്ടു. ഇന്നിപ്പോൾ രാവിലെ ഇവിടെ ലിസ്റ്റ് എടുക്കണം. എൻ്റെ ആദ്യത്തെ ലിസ്റ്റ് എൻ്റെയാണ്, എൻ്റെ വൈഫിൻ്റെ എൻ്റെ മോൻ്റെ 3 ആളെ വോട്ടും. 3 പേരെയും വെട്ടി. എനിക്ക് പഞ്ചായത്തിൽ വേറെ ഞാൻ വാടക വീടില്ലാത്തതുകൊണ്ട് വാടക പരിപാടി നടക്കും. പഞ്ചായത്തിൽ തന്നെ ഈ പഞ്ചായത്തിന് തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നത് ഞാൻ. പിന്നെ മലമ്പുഴ ഡാമിലെ ഗവൺമെൻറ് അംഗീകരിച്ച മത്സ്യത്തൊഴിലാളിയും കൂടി കളിയാണ്. എത്ര പേരുടെ വോട്ട് വെട്ടി? അതിന് ആ ലിസ്റ്റ് ചോദിക്കുമ്പോൾ ഇപ്പോഴും പഞ്ചായത്ത് ഭരണസമിതിയല്ല. സാധാരണ നമുക്ക് ഈ ആക്ഷേപം ഉന്നയിക്കുന്നവരുടെ മുഴുവൻ ലിസ്റ്റ് ഇതേപോലെ പഞ്ചായത്തിൻ്റെ നോട്ടീസ് ബോർഡിൽ ഇടുന്നതാണ്. പക്ഷേ കഴിഞ്ഞ ഈ രണ്ടാമത് ഓപ്പൺ ചെയ്ത ഏകദേശം എനിക്ക് തോന്നുന്നു 14 വാർഡുകളിൽ നിന്നും 1000 ചില്ലറ അപേക്ഷകൾ വന്നിട്ടുണ്ട്. ആ ലിസ്റ്റ് പഞ്ചായത്ത് സെക്രട്ടറി ചോദിക്കുമ്പോഴും HS ചോദിക്കുമ്പോഴും അങ്ങനത്തെ ലിസ്റ്റ് ഇവിടെ ഇല്ല. ഞങ്ങളുടെ കോൺഗ്രസ്സുകാർ ആരൊക്കെ ഇനി വെട്ടിയെന്ന് ഞങ്ങൾക്കറിയില്ല. നാളെ ലിസ്റ്റ് ഇറങ്ങാൻ പോവാണ് 25-ാം തീയതി. കാരണം വ്യാപകമായി എല്ലാ വാർഡുകളിൽ നിന്നും ഇതേപോലെ കോൺഗ്രസ്സുകാരെ തെരഞ്ഞുപിടിച്ച് ഞങ്ങളെ മാറ്റിയിരുന്നതാണ്. ഞങ്ങളുടെ മലമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. അവരോട് തന്നെ ഈ വിഷയത്തിൽ ഒരു വിശദീകരണം ചോദിക്കണം. ഇപ്പോൾ ഒരു പരാതിയായി കോൺഗ്രസ് രംഗത്തേക്ക് വന്നിട്ടുള്ളത് അവരുടെ വോട്ടുകൾ വ്യാപകമായി വെട്ടിയെന്നുള്ളത്. എന്താണ് ഇതിലിപ്പോൾ ഈ ജോസ് പറയുന്ന വ്യക്തിയെല്ലാം മലമ്പുഴയിൽ തന്നെയാണ് താമസം? ജോസ് എന്നയാളുടെ സ്ഥലം 1-ാം വാർഡിലോ 2-ാം വാർഡിലോ മറ്റാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് അവിടെയായിരുന്നു മുൻപ് വോട്ടുണ്ടായിരുന്നത്. പിന്നെ കഴിഞ്ഞ ഒരു 1.5 വർഷത്തിന് മുകളിലായിട്ട് അദ്ദേഹം ഇപ്പോൾ ചെറാട് എന്ന് പറയുന്ന ഭാഗത്താണ് താമസിക്കുന്നത്. അത് വാർഡ് 13, 14 ഇപ്പോൾ വരിക. കഴിഞ്ഞ 2-3 മാസത്തിനിടയ്ക്കായിട്ട് 2-3 തവണയായി നമുക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവനവൻ താമസിക്കുന്ന സ്ഥലത്തെ ലോക്കൽ ബോഡിയുടെ വാർഡിൽ വോട്ട് ചേർക്കണമെന്നതാണ്. വീട് നിർമ്മാണം അവിടെ നടക്കുക. വീട് നിർമ്മാണം കൊണ്ട് പറഞ്ഞ വീടിന് അവിടെ ഇല്ല. അതിൻ്റെ അത് ഇപ്പോൾ ഉള്ള സ്ഥലത്ത് അദ്ദേഹത്തിന് സ്ഥലമേ ഉള്ളൂ, വീടില്ല. താമസിക്കുന്ന സ്ഥലത്തിൻ്റെ എഗ്രിമെൻറ്റ് അദ്ദേഹത്തിന് കയ്യിലുണ്ട്. നാച്ചുറലി ആ വാർഡിൽ വോട്ട് ചേർക്കാവുന്നതേ ഉള്ളൂ. അത് ചെയ്തിട്ടില്ല. അതിന് അവസരവും ഉണ്ടായിരുന്നു. അവസരം ഇല്ലാത്ത ആ സമയത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ അല്ലെങ്കിൽ അനുഭാവികളുടെ വോട്ടുകൾ തെരഞ്ഞുപിടിച്ച് വെട്ടിയെന്നാണ്. ഈ വരുന്ന കക്ഷി കോൺഗ്രസ് ആണോ മറ്റേതെങ്കിലും പാർട്ടിക്കാരാണോ എന്ന് എനിക്കറിയാറില്ല. നമ്മൾ കക്ഷിയോട് നേരിട്ട് സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ ഈ വിവരങ്ങൾ മുഴുവൻ ഞാൻ സംസാരിച്ചിട്ടാണ് സാഹചര്യം അനുസരിച്ച് മാത്രമേ മാറ്റും. പരാതികളെല്ലാം രേഖകളുടെ അടിസ്ഥാനത്തിലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വോട്ടുകൾ മാറ്റുന്നത്. അത്രയും ഉദ്യോഗസ്ഥർക്ക് പറ്റുള്ളൂ, അങ്ങനെ ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ 22 അപേക്ഷകൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. 22 അപേക്ഷകളിൽ കൃത്യമായിട്ട് അതിൽ ഇവിടെ റിപ്പോർട്ടുണ്ട്. നിങ്ങളത് ചോദിക്കണം. ആ റിപ്പോർട്ടിൽ എന്ത് നടപടി എടുത്തു എന്ന് ചോദിക്കണം. കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് അല്ല, ആ കേസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ഞാനല്ല, സെക്രട്ടറി തീർപ്പാക്കിയിട്ടുള്ളതാണ്. അല്ല, സെക്രട്ടറി എൻ്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ഞാനാണ്. ഇനി ഒരു ദിവസമില്ല, നാളത്തെ ഒരു ദിവസത്തോടു കൂടി ഇത് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ തീർപ്പിൻ്റെ മുകളിൽ എനിക്ക് അതിലൊന്നും എഴുതാനില്ല. അദ്ദേഹത്തിന് കനോട്ട് ബി ചേഞ്ച് എന്ന് എഴുതിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്. അതിലെനിക്കൊന്നും ചെയ്യാനില്ല. ഏതായാലും ഇപ്പോൾ മലമ്പുഴയിൽ ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം തുടരുകയാണ്. അവരുടെ അനുഭാവികളുടെയും പ്രവർത്തകരുടെയും വോട്ടുകൾ തെരഞ്ഞുപിടിച്ചുകൊണ്ട് ചില ആളുകൾ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് വോട്ടർ ലിസ്റ്റിൽ നിന്നും വെട്ടിമാറ്റി എന്നുള്ളതാണ് ആക്ഷേപമായി അവർ പറയുന്നത്. ഏതായാലും പഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറി ഉൾപ്പെടെ പറയുന്നത് രേഖകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ വോട്ടുകൾ വെട്ടിമാറ്റിയുള്ളതാണ്. ഏതായാലും സെക്രട്ടറിയുടെ കൂടി ഒരു കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം മറ്റു നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പഞ്ചായത്ത് അധികൃതരും വിശദീകരിച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനു സി കമർ, റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിൻ, റിപ്പോർട്ടർ പാലക്കാട്.